ആക്ട്രസിനൊക്കെ മേക്കപ്പ് ഒന്നും ഇടാത്തപ്പോഴുള്ള ഒരു ഗ്ലോ ഇല്ലേ, ആ ഗ്ലോ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ കിട്ടിയാലോ. അപ്പോൾ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് നമുക്ക് 10,000 രൂപയൊക്കെ മുടക്കി ഹൈഡ്രാ ഫേഷ്യലും ഗ്ലൂട്ടാത്തയനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറും 20 രൂപ ഉണ്ടെങ്കിൽ നല്ല ഫ്ലോലെസ് ആയ ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് സ്ക്രബ് ഉണ്ടാക്കാം. ഫേസ് സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ തരിയുള്ളത് എനിക്ക് അത്രയ്ക്ക് സ്കിന്നിന് പറ്റാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുത്തേക്കുന്നത്. നമുക്ക് ഇതേപോലെ 2 പാക്കറ്റാണ് വേണ്ടത്, ഒരു ഫേസ് പാക്കിനും ഒരെണ്ണം സ്ക്രബിനും കൂടി. അപ്പോൾ ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലിസറിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. 75 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറുത് കിട്ടും, അതിന് 20-30 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അതായാലും വാങ്ങിച്ചാൽ മതി. നമുക്ക് 1 ടീസ്പൂൺ വരെ മതിയാവും ഈ ഗ്ലിസറിൻ, ഒരുപാടൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഒരു 20 രൂപയുടെ അല്ലെങ്കിൽ 30 രൂപയുടെയൊക്കെ ഗ്ലിസറിൻ വാങ്ങിച്ചാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുള്ളതും ഉണ്ടാവും. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസറിലും എല്ലാത്തിലും ഗ്ലിസറിൻ ആണല്ലോ, നമ്മുടെ ഈ സൗന്ദര്യവർദ്ധക സംഭവമായിട്ട് നമ്മുടെ ഗ്ലിസറിനാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവമുണ്ട്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ കാശൊക്കെ മുടക്കി കുറേ രൂപയൊക്കെ മുടക്കി ഇങ്ങനെ പാർലറിൽ പോയി കാശ് കളയണ്ട. ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലാസ് സ്കിന്നായിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പനിനീരാണ്. അത് ഞാൻ 1 ടീസ്പൂൺ വരെ തന്നെ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗ്ലിസറിനും 1 ടീസ്പൂൺ പനിനീരും കൂടിയാണ് ഇട്ടേക്കുന്നത്. റോസ് വാട്ടർ അതും കൂടിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു കോഫി പൗഡറും, ഒരു പാക്കറ്റ് കോഫി പൗഡറും, ഇത്രയും മതി കേട്ടോ. ഇതാണ് നമ്മുടെ ഫേസ് സ്ക്രബ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഫേസിലിടുക, അല്ലെങ്കിൽ നമ്മളത് കുറേ നേരം വെച്ചുകൊണ്ടിരുന്നാൽ അത് മെൽറ്റായി പോകും. അപ്പം നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നോക്കി വെച്ചോട്ടെ, എൻ്റെ മുഖം നോക്കി വെച്ചോളൂ. ഇനി നിങ്ങൾ കണ്ട് ഞെട്ടാനുള്ളതാണ്, അതുകൊണ്ടാണ് മുഖം ഇപ്പോഴേ തന്നെ നോക്കി വെച്ചോളാൻ പറയണേ. സ്കിന്നിൽ നല്ല ഡൾനെസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായി, ഒരാഴ്ചത്തോളമായി ഞാനൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ താടിയുടെ അവിടെയും പിന്നെ ഈ കവിളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ പിഗ്മെൻറ്റേഷൻ, ഒരു അൺഈവൻ സ്കിൻ ടോണൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടാനിങ്ങും നല്ല കരിവാളിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മാറും. നല്ലൊരു ഗ്ലാസ് സ്കിൻ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഈ സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും നമ്മൾ ആദ്യം മുഖം നല്ലോണം ക്ലെൻസ് ചെയ്തിരിക്കണം. നമ്മളൊരു നല്ലൊരു ഫേസ് വാഷ് ഇട്ട് മുഖം വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് വേണമെങ്കിലും ഇടാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഇതിടാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഇടുന്ന ടൈമിൽ കറണ്ട് പോയി, അതുകൊണ്ട് എനിക്ക് സ്റ്റീം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സ്റ്റീം ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് കിട്ടും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ലോണം മാറി നല്ല ഒരു ഗ്ലോ നമുക്ക് കിട്ടും. ഇത് നമ്മൾ നല്ലോണം മുഖത്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലോണം മസാജ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇത് അങ്ങനെ തന്നെ വെച്ചേക്കുക. എന്നിട്ട് വേണം കേട്ടോ ഇത് കഴുകി കളയാനായിട്ട്. ഞാനിത് സ്പീഡിൽ കാണിച്ചേക്കുന്നതാണ്, നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പതിയെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നേരം എങ്കിലും അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് നേരം നല്ലോണം മസാജ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഒരു 10-15 മിനിറ്റ് നേരം പിന്നെയും ഇത് മുഖത്ത് വെച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ചെയ്താലാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പാക്കാണ്. ഒരു സ്കിൻ ബ്രൈറ്റനിങ് എന്നും പറയാം, വൈറ്റനിങ് എന്നും പറയാം, അങ്ങനത്തെ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് എപ്പോഴത്തെയും പോലെ തന്നെ ഒരു ബ്രൂ കോഫി പൗഡറാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഞാൻ പറഞ്ഞില്ലേ 2 പാക്കറ്റ് വേണമെന്ന്, അതിലൊരു പാക്കറ്റ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇട്ടിരിക്കുന്നത് 1 ടീസ്പൂൺ വരെ കടലമാവാണ്. ഇപ്പോൾ കടലമാവ് ഇല്ലെങ്കിൽ കടലമാവിന് പകരം അരിപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ ഓട്സ് പൊടിച്ചതുണ്ടല്ലോ അതായാലും എടുക്കാം, അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി. ഈ 3 ഏത് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ കടലമാവോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ 1 ടീസ്പൂൺ ഗ്ലിസറിനും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലിസറിനും കൂടി ഒഴിക്കുക. ഇത് ഗ്ലിസറിനൊന്നും സ്കിപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ ഒഴിക്കുക. പിന്നെ നല്ല പുളിച്ച തൈരാണ് വേണ്ടത്. പക്ഷേ പുളിച്ച തൈര് ഉണ്ടായില്ല. ഞാനിവിടെ പാക്കറ്റ് തൈരാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. പാക്കറ്റ് തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുളിച്ച തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കരിവാളിപ്പൊക്കെ മാറാൻ തൈര് നല്ലതാണ്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത്
അയ്യോ പിന്നൊരു കാര്യമുണ്ട്, ഞാൻ പഞ്ചസാരയും കൂടി ഞാൻ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഞ്ചസാരയും കൂടി വേണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാരയും തൈരും പിന്നെ ഈ ഗ്ലിസറിനും ഒക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവത്തില്ല. ഒരു ഒരുപാട് ഡ്രൈ ആവില്ല. നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇരിക്കത്തുള്ളൂ കഴുകി കളഞ്ഞാലും. പിന്നെ എന്താണ് ഒരുപാട് ഡ്രൈ ആവാത്തതുകൊണ്ട് ഒരു 1/4 മണിക്കൂർ നേരം വരെ നമുക്ക് വെക്കാം കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കഴുകി കളഞ്ഞാൽ ഭയങ്കര ഒരു ഗ്ലോയും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടായിരിക്കും കേട്ടോ ഇരിക്കുക. അപ്പോൾ ഞാൻ അതേ മുഖത്ത് ഇടുന്ന കാണിച്ചിട്ടില്ല, മുഖത്തിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇനി നമുക്കിതൊരു 1/4 മണിക്കൂർ, ഞാൻ 3/4 മണിക്കൂർ വരെ വെച്ചിട്ടുണ്ടായി കണ്ടില്ലേ. 3/4 മണിക്കൂർ വെച്ചപ്പോഴും ഇതേപോലെയാണ് ഉണ്ടാവുക. ഒരു എന്താണ് ഗ്ലോയി ടച്ചിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഇതേപോലെ ഇരിക്കും. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അത് കുറച്ച് പാല് വേണം. ഈ പാലും കൊണ്ട് നമ്മൾ മുഖത്തൊന്ന് പാലെല്ലാ സ്ഥലത്തും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മസാജ് ചെയ്തിട്ട് വേണം കഴുകിക്കളയാൻ. ഇപ്പോൾ അലർജി ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പനിനീരെടുക്കാം. പനിനീരിട്ട് നല്ലോണം മസാജ് ചെയ്യാം. ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളമില്ലേ, അല്ലെങ്കിൽ റൈസ് വാട്ടർ ഇല്ലേ, അതാണെങ്കിലും എടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു കൊറിയൻ സ്കിൻ കെയറിന് നല്ലതാണ്. ഒരു ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാൻ അടിപൊളി സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലാണ്. പാൽ എൻ്റെ സ്കിന്നിന് ഭയങ്കര ആപ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പാലെടുത്തിട്ട് നല്ലോണം തന്നെ മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. മസാജ് ചെയ്ത് പിന്നെ കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മസാജ് ചെയ്ത് ജസ്റ്റ് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, ഭയങ്കര ഒരു ഗ്ലോ വന്നേക്കുന്നുണ്ട്, ഒരു തിളക്കം വന്നേക്കണുണ്ടോ, നല്ലൊരു ചുമന്ന് തുടുത്തിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആക്ട്രസിൻ്റെ സ്കിൻ എങ്ങനെയാണോ അതേപോലെ ആവും ഇത്. നമുക്കൊരു ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ ആവുന്ന ഉറപ്പാണ് ഗൈസ്. ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യാണ്ട് ഇതിരിക്കില്ല. അത്രയ്ക്ക് റിസൾട്ടായിരിക്കും. നിങ്ങൾ അതിൻ്റെ ഫാനാവും, അത്രയ്ക്ക് റിസൾട്ടായിരിക്കും ഗൈസ്. ഞാൻ വെറുതെ പറയണല്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാല് വെച്ച്. എന്നിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇതേ കണ്ടില്ലേ, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ഭയങ്കര കരിവാളിച്ചായിരുന്നു വരുന്നത്. അപ്പോൾ ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എത്രമാത്രം റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ആദ്യം ഭയങ്കര ടാൻ അടിച്ച് ഭയങ്കരമായിട്ടിരിക്കണമായിരുന്നു. ഇപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ടുണ്ടല്ലോ, ഒരുപാട് ഡ്രൈ ആയിട്ടില്ല കേട്ടോ. ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലോണം ബ്രൈറ്റനായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തോരം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. കണ്ടോ, എനിക്ക് ഇവിടെയൊക്കെ നല്ലോണം ബ്രൈറ്റനായിട്ടുണ്ട്, ഇവിടെയും നല്ല ബ്രൈറ്റനായിട്ടുണ്ട്, നല്ലോണം ചുമന്ന് തുടുത്തിട്ടുണ്ട്. അതേപോലെ ഇരുവുണ്ട് കേട്ടോ. അപ്പം നല്ല പാക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്ക് ഞാൻ ഗ്ലിസറിൻ്റെ തന്നെ ഞാനൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷെ അതിലും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഈ പാക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. എന്നിട്ട് നമുക്ക് ഇത് മുഖം കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു മോയ്സ്ചറൈസർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി, ഗ്ലിസറിനും കൊണ്ട് ഉണ്ടാക്കുന്നത്. ആ മോയ്സ്ചറൈസർ ഇട്ട് തീർക്കാവുന്നതാണ്. അപ്പോൾ മോയ്സ്ചറൈസറും കൂടി ഇട്ടാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കാം.